വാർത്തകൾ വിശദമായി ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പാലക്കാട് നാട്ടുകല്ലിൽ 14 വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. 9ാം ക്ലാസ്സുകാരി തൂങ്ങി മരിക്കാൻ കാരണം സ്കൂളിലെ മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ. ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് ആരോപണം. സ്കൂളിൽ ഇപ്പോഴും വലിയ പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? ഏത് തരത്തിലുള്ള മാനസിക പീഡനമാണ് ഈ കുട്ടി അനുഭവിച്ചത്? കുട്ടിയുടെ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? ഇതിന് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ 14കാരി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കുട്ടിയുടെ ആത്മഹത്യയിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ശ്രീകൃഷ്ണപുരത്തെ സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് ആരോപണം. അതായത് ഈ 9ാം ക്ലാസ്സുകാരിയായ ആഷിർ നന്ദ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കാണുകയായിരുന്നു. ഈ കുട്ടി ഇത്തരത്തിൽ തൂങ്ങി മരിക്കാനുണ്ടായ കാരണം എന്നുള്ളത് അത് ഈ ശ്രീകൃഷ്ണപുരത്തെ സെന്റ് ഡൊമിനിക് സ്കൂളിന്റെ ഒരു പീഡനമാണ്, സ്കൂളിലെ ഈ ടീച്ചർമാരുടെ പീഡനമാണ് എന്നുള്ളതാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. പ്രധാനമായിട്ടും ഇവർ പറയുന്ന ആരോപണങ്ങൾ എന്നുള്ളത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് മാർക്ക് കുറവായിരുന്നു, അതായത് 1.5 മാർക്കോ മറ്റോ കുറവായിരുന്നു. ആ 1.5 മാർക്ക് കുറവാണ് എന്ന പേരിൽ മാനസികമായിട്ട് ഈ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ സ്കൂളിൽ പൊതുവെ എല്ലാ ഡിവിഷനുകളിലും വിദ്യാർത്ഥികളെ മാർക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒരു ഡിവിഷനിൽ, മറ്റ് കുറച്ച് മാർക്ക് കുറവുള്ളവരെ മറ്റൊരു ഡിവിഷനിൽ, തീരെ പഠിക്കാത്ത കുട്ടികളെ മറ്റൊരു ഡിവിഷനിൽ, അങ്ങനെ വേർതിരിക്കുന്ന ഷഫിൾ ചെയ്യുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ 8ാം ക്ലാസ്സിൽ നിന്നും 9ലേക്ക് പോയ ആ കുഞ്ഞിനെ ഇത്തരത്തിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ആ കുട്ടി ഉണ്ടായിരുന്ന ക്ലാസ്സിൽ നിന്ന് 1.5 മാർക്ക് കുറഞ്ഞു എന്ന പേരിൽ ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി. സ്വാഭാവികമായിട്ടും മറ്റ് സുഹൃത്തുക്കളോ മറ്റോ ഒന്നും തന്നെ ഇവർക്ക് ഇല്ലാതായതോടുകൂടി, ആ കുട്ടിയുടെ അടുത്ത് മറ്റുള്ളവരൊന്നും ഇല്ലാതായതോടുകൂടി കുട്ടിക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും മറ്റുമൊക്കെ ബുദ്ധിമുട്ട് കുട്ടിക്ക് അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതാണ് ഇങ്ങനെ ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രക്ഷിതാക്കൾ അവരുടെ പരാതികളും മറ്റുമൊക്കെ പറയുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ രക്ഷിതാക്കളായി വന്ന് സ്കൂളിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് സ്കൂളിൽ. അതായത് ടീച്ചർമാരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങൾ ഈ ആശ്രിതയ്ക്ക് മാത്രമല്ല, സമാന രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ രക്ഷിതാക്കൾ ഇതിൽ കൃത്യമായിട്ട് നടപടി വേണം, ഈ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ളൊരു ആവശ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഏതെങ്കിലും അധ്യാപകരുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ടോ? മാത്രമല്ല, ഈ കുട്ടിയുടേതായിട്ട് ആത്മഹത്യാ കുറിപ്പ് വല്ലതും കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ ആരുടെയെങ്കിലും ഏതെങ്കിലും അധ്യാപകരുടെ പേര് പരാമർശിക്കുന്നതായി കണ്ടിട്ടുണ്ടോ? അരുൺ, നാളത്തെ PTA യോഗത്തിൽ തീരുമാനമാക്കാമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? പ്രധാനമായും ആവശ്യപ്പെടുന്നത്, രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നത് ഈ അധ്യാപകർക്കെതിരെ, ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ്. നാളത്തെ PTA യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ സ്കൂൾ മാനേജ്മെൻറ്റുമായി, സ്കൂൾ അധികൃതരുമായി സഹകരിക്കാമെന്നൊരു ഉറപ്പാണോ നൽകിയിരിക്കുന്നത് അരുൺ? പാലക്കാട് നാട്ടുകല്ലിൽ 14 വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. 9ാം ക്ലാസ്സുകാരി തൂങ്ങി മരിക്കാൻ കാരണം സ്കൂളിലെ മാനസിക പീഡനം എന്ന് ബന്ധുക്കൾ. ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് ആരോപണം. സ്കൂളിൽ ഇപ്പോഴും വലിയ പ്രതിഷേധം നടക്കുകയാണ്. മാതാപിതാക്കൾ അവരുടെ ആശങ്ക അറിയിച്ചു. അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ
മാതാപിതാക്കൾ ജനൻ ടി വിയുമായും പങ്കുവച്ചു. മാനസിക പീഡനം മാത്രമല്ല, നിലത്തിരുത്തി ചവിട്ടുക മാത്രമല്ല, വൈകി എത്തുന്ന കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, അവരെ കൊണ്ട് ഫൈൻ അടപ്പിക്കുക തുടങ്ങി സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അരുൺ കേൾക്കാമോ? സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ ആണ് മാതാപിതാക്കൾ അവിടെ പരസ്യമായി അറിയിച്ചത്. സ്കൂൾ അധികൃതരുടെ മുന്നിൽ വെച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ അവരുടെ ദുരനുഭവങ്ങൾ, അവരുടെ കുട്ടികൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം അവിടെ അറിയിച്ചിട്ടുണ്ട്. നാളെ PTA യോഗം വിളിക്കും. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അരുൺ, എന്തായാലും നാളെ PTA യോഗം ചേരുന്നുണ്ട്. PTA യോഗത്ത് തീരുമാനമുണ്ടാകും. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊരു ഉറപ്പ് സ്കൂൾ അധികൃതർ നൽകിയിട്ടുണ്ടോ? ഇപ്പോഴും മുദ്രാവാക്യം വിളി മുഴങ്ങുകയാണ്. എന്തുകൊണ്ട് ഇതിലൊരു തീരുമാനമാവുന്നില്ല? അനിൽ നമ്പ്യാർ, സ്കൂൾ അധികൃതർ പറയുന്നത് നാളെ PTA യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്, രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതിൽ കൃത്യമായ നടപടികൾ എടുക്കും, കൃത്യമായ കാര്യങ്ങൾ വിവരിക്കും എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അതേസമയം തന്നെ ഈ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികളുടെയും മറ്റുമൊക്കെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ്. അവർ കൃത്യമായ ഉറപ്പ് വേണം, രേഖാമൂലം എഴുതി നൽകണം എന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ കൃത്യമായിട്ട് എഴുതി നൽകുന്നതിൽ മാത്രമേ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നതിലും. ഈ വിഷയത്തിൽ നാട്ടുകാരുടെയും മറ്റൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ആദ്യം ഇതിനുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് എത്തിയ വിദ്യാർത്ഥികളുണ്ട്, അവരെ കൂടെ എന്തായാലും എന്ത് പറഞ്ഞിട്ടായിരുന്നു രാവിലെ നിങ്ങൾ ചർച്ചയ്ക്ക് എത്തിയത്? എന്താണ്? രാവിലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന സമയത്ത് രക്ഷിതാക്കളുണ്ടായിരുന്നു, കുട്ടികൾ സമരത്തിലായിരുന്നു. നമ്മൾ സ്കൂളിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ പോയി കണ്ടു, അവരോട് സംസാരിച്ചു. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും ഏകപക്ഷീയമായിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് പ്രശ്നക്കാർ, പ്രിൻസിപ്പാളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന് ഏകപക്ഷീയമായിട്ട് കുട്ടികളും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രിൻസിപ്പാളിനെ 4 ദിവസത്തിനുള്ളിൽ മാറ്റണം. അടുത്ത തിങ്കളാഴ്ച ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പാൾ ചുമതലയിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്രയും വലിയ ഇത് 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ തവണയും ഇവിടെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. ഇത് 2ാമത്തെ സംഭവം ഉണ്ടായിട്ടും ഇന്ന് ഇവിടെ ഈ സ്കൂൾ ആരംഭിച്ച സമയത്ത് ഈ കുട്ടികളുടെ പേരിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ തയ്യാറാവാതെയാണ് സ്കൂളിൻ്റെ അധികൃതർ മുന്നോട്ട് പോയത്. മാത്രമല്ല, രാവിലെ ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടുന്ന് രക്ഷിതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇതുമായി വന്നിട്ടുള്ള സ്കൂളിനെതിരായിട്ട് ആരോപണമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ലെറ്റർ ഇവിടുന്ന് പോയിരിക്കുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇവിടെ വരേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഒരേ സ്ഥലത്ത് പറയുന്നു, വലിയ പീഡനമാണ് അവരനുഭവിക്കുന്നത്. കുട്ടികളെ വളരെ ക്രൂരമായി ദ്രോഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പാളിനെ മാറ്റണമെന്ന് കുട്ടികളും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തോടൊപ്പമാണ് ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെയാണ് കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്ത്. നാളെ PTA മീറ്റിംഗ് വിളിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് തീരുമാനം. ബാക്കി നാളെ 2 മണിക്ക് നിലവിൽ ആൾറെഡി ഇതിൽ ഈ വിഷയത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നടക്കുന്നുണ്ട്. ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി നടപടികൾ അവർ ചെയ്യും. നാട്ടുകൽ സ്റ്റേഷൻ അതൊക്കെ നാട്ടുകൽ പോലീസ് സ്റ്റേഷനാണ് ചെയ്യുന്നത്.
നിലവിൽ ഏതായാലും പോലീസും പറയുന്നത് നാളെ PTA മീറ്റിംഗ് വിളിച്ചു ചേർക്കും. ആ മീറ്റിംഗിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് PTA-യും മാനേജ്മെൻറ്റും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ തീരുമാനമുണ്ടാവും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പ്രതിഷേധത്തിന് ചെറിയ ഒരു അവർ അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ഏറെ നേരം നീണ്ടുനിന്ന ഒരു പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധം ഏതായാലും ഇപ്പോൾ നിലവിലെ ഈ നാളത്തെ ആ യോഗം ആ മീറ്റിംഗിൽ തീരുമാനം വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതെ തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഇവരുടെ അധികാരികളുടെ അടുത്ത് സംസാരിച്ചതാണ്. ഇതിൽ പ്രധാന അധ്യാപികയായിട്ടുള്ള ആളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുട്ടികളടക്കമുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന അധ്യാപികയെ മാറ്റണം എന്നുള്ളത് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസത്തിനുള്ളിൽ മാറ്റാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് സമരവുമായിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. നടപടി എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കും. തീർച്ചയായും ഉന്നയിക്കും. പ്രതിഷേധ പരിപാടികളോ മറ്റോ ഉണ്ടോ? ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ കൃത്യമായിട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരപരിപാടിയുമായി BJP മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തന്നെയാണ് ഏതായാലും കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രദേശത്തെ BJP നേതാക്കൾ ഉൾപ്പെടെ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഏതായാലും ഇപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ കൃത്യമായിട്ടുള്ള നടപടി വേണം. ഇപ്പോൾ BJP-യുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ P. വേണുഗോപാൽ കൂടെ ചേരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്? എന്താണ് BJP-യുടെ ഒരു ഭാഗത്തു നിന്നുള്ള നടപടി? ഇതിൽ ഈ ആഷിർ നന്ദയുടെ ആത്മഹത്യയോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം അറിഞ്ഞിടുമ്പോൾ തന്നെ പാർട്ടിയുടെ മണ്ഡലത്തിൻ്റെ നേതാക്കന്മാർ ഇവിടെ വരികയും ഇവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കുട്ടികളെ ഹരാസ് ചെയ്യുന്ന ഒരു സമീപനം ഇവിടുത്തെ ടീച്ചർമാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് വ്യാപകമായുള്ള ആരോപണമാണ്. ഇതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പഠിച്ചുള്ള കുട്ടികൾ മറ്റു പല പേരിലാണെങ്കിലും ആത്മഹത്യ ചെയ്ത ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശക്തമായുള്ള നടപടി ഉണ്ടാവണം. പാർട്ടി ആവശ്യപ്പെടുന്നത് പ്രിൻസിപ്പാളിൻ്റെ പേരിൽ നടപടി ഉണ്ടാവണം, അവരെ മാറ്റി നിർത്തണം. അതുപോലെ തന്നെ ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ എല്ലാ ആളുകളും അന്വേഷണം വേണമെന്നുണ്ടോ? അതായത് മുമ്പ് നടന്ന മരണങ്ങളും മറ്റു കാര്യങ്ങളും നടന്നിട്ടുള്ളതിന് മുന്നേ നടന്നിട്ടുള്ള ആത്മഹത്യ, ഇവിടെ പഠിച്ചുള്ള കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ചും അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുള്ള ആത്മഹത്യയെക്കുറിച്ചും ഇവിടെ ഇതിനു മുന്നേയുള്ള പരാതിക്കാരായ ധാരാളം രക്ഷിതാക്കൾ ഇന്ന് ഇവിടെ സ്റ്റേജിൽ വരെ ഉണ്ടായി. അവരുടെ പരാതികളെക്കുറിച്ചും അല്ല, സമ്പൂർണ്ണമായുള്ള ഒരു അന്വേഷണം ഇവിടെ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവണം. ആ കുറ്റക്കാരുടെ പേരിൽ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. അത് ശക്തമായി ഉണ്ടാവണം. അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ആദ്യം ഇവിടെ രംഗത്ത് വന്നത് BJP-യുടെ മണ്ഡല നേതാക്കന്മാരാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ കണ്ട് അവർ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അത്തരം നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം ശക്തമായിട്ട് ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാവും. ഞങ്ങൾ സ്ഥാപനത്തിനെതിരല്ല, പക്ഷേ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ പേരിൽ നടപടി ഉണ്ടായേ പറ്റും. അതുതന്നെയാണ്. ഏതായാലും കൃത്യമായ നടപടി വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക്, വലിയ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് BJP നേതാക്കൾ, BJP-യുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. നന്ദി അരുൺ. പാലക്കാട് നാട്ടുകല്ലിൽ 14 വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ വലിയ ആരോപണവുമായി ബന്ധുക്കൾ. 9ാം ക്ലാസ്സുകാരി തൂങ്ങി മരിക്കാൻ കാരണം സ്കൂളിലെ മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ. ശ്രീകൃഷ്ണപുരം സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് ആരോപണം. സ്കൂളിൽ വലിയ പ്രതിഷേധം ആയിരുന്നു. ഇപ്പോൾ അതിൽ അയവ് വന്നിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.